ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞല്ലേ, അതൊന്ന് മാറ്റി പറഞ്ഞാൽ നമുക്ക് വാതിൽ തുറക്കാം. ഒരിക്കലുമില്ല. ഞങ്ങൾക്ക് വാഷ്റൂം പോകണം. ഇനി നാറി എന്നൊക്കെ പറഞ്ഞിട്ട് ചീപ്പ് ഷോ. നീ അവിടെ തന്നെ കിടക്കടാ. വാഷ്റൂം പോകണം. ഞാൻ തുറന്നിട്ട് വാഷ്റൂമിൽ പോകുന്ന എനിക്കൊന്ന് കാണണം. എന്നാ പരിപാടി ബിഗ് ബോസ് ചെയ്ത്? നമുക്ക് മൂത്രം ഒഴിക്കാനോ അല്ല വേറെ എന്തെങ്കിലും കാര്യത്തിനൊക്കെയാണ് നമ്മളെ ഇത്രയായിട്ട് ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമുണ്ട്. അത് ബിന്നി പറഞ്ഞാലേ മുള്ളാൻ പറ്റുള്ളൂ, അല്ലെ ബാത്റൂമിൽ പോകാൻ പറ്റുള്ളൂ. ഞാനങ്ങനെ ആയിരുന്നു ബിഗ് ബോസിലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവിടെ എന്റെ കാര്യം സാധിച്ചേനെ. ഇപ്പൊ നാഗച്ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ചിലപ്പോൾ ഞാൻ ചെയ്തേനെ. പുള്ളിക്കാരൻ മാവെടുത്തെറിയോ അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് കാണിച്ചത്. അത് പുള്ളിയുടെ മര്യാദ അത്രേ ഉള്ളായിരുന്നു. അവിടെ വന്നിട്ട് പിന്നെ പുള്ളി നല്ല ക്യാപ്റ്റനാണ്. ആകെ 2-3 ദിവസമല്ലേ ആയുള്ളൂ. അവരങ്ങനെ പറയും നീ നല്ല ക്യാപ്റ്റനാണ്, ഞങ്ങളെ തുറന്നു വിടും. എന്തിനാണ് അത്രയും താഴേണ്ട കാര്യം? എന്താണ് ഒരു ന്യായമുള്ള കാര്യമല്ല ബിന്നി പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും പുള്ളി മാവെടുത്തെറിഞ്ഞ് എത്ര വലിയ തെറ്റായിട്ട് മാവല്ലേ എടുത്തെറിഞ്ഞ്, അല്ലെ മാങ്ങ പറിച്ചെറിഞ്ഞൊന്നും ഇല്ലല്ലോ. നമുക്കിപ്പോ മാത്രമേ പോകാൻ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പോകും. അതിപ്പോ ആര് പറഞ്ഞു വെച്ചാലും ആര് പിടിച്ചു നിർത്തിയാലും ഈ സാധനമൊക്കെ നമ്മൾ നമ്മളിപ്പോ വേണ്ടാന്ന് വിചാരിച്ചാലും പോകുന്ന സാധനങ്ങളൊക്കെയാണ്. അപ്പൊ അവർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് പോകണമായിരുന്നു. അതിനിടയ്ക്ക് മറ്റേ മഹാലക്ഷ്മി കയറി ഇടപെട്ടിട്ടുണ്ട്. അമ്മ വന്ന ഒരു അടിപൊളി ഡയലോഗൊക്കെ പറഞ്ഞിട്ടാ പോയ ആ പിള്ളേരുടെ അടുത്ത്. പുള്ളിക്കാരനെ എന്തെങ്കിലും സ്ത്രീവിരുദ്ധതാന്ന് കേട്ട് ഒരു ചെറിയ പോയിന്റ് കിട്ടിയാൽ മതി, മാപ്പ് പറ മറ്റേത് പറ, ഒന്നും കണ്ടില്ല, ഒരു കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം, കുറച്ച് വായ്ത്താളം അടിക്കാൻ അറിയാം. ഷാനവാസിന്റെ ഭാഗത്ത് എനിക്ക് തെറ്റൊന്നും തോന്നിയില്ല. ന്യായമായിട്ടുള്ള കാര്യമായിരുന്നു. അവർക്ക് വാഷ്റൂമിൽ പോകേണ്ട കേസായിരുന്നു. അവരെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ തീരാവുന്ന വിഷയമുള്ളൂ. ബിന്നി ചുമ്മാ കയറി അലച്ച് വലിയ വിഷയം ഉണ്ടാക്കി. നീ ആരാ, നീ ഉണ്ടാക്കണ്ട, നീ മറ്റതാ മറിച്ച്, അതൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ചുമ്മാ ഒരുമാതിരി നേരത്തെ തീറ്റ കേസായിരുന്നു. ഇപ്പം തിന്ന സാധനം പുറത്ത് കളയാനുള്ള വിഷയത്തിലൊക്കെ വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്നാ പറയാനായിരുന്നു? എന്നതാ എന്തോ ഈ ചവറ് പരിപാടിയെ.